കടൽത്തീരത്ത് മണൽക്കൊട്ടാരങ്ങൾ തിരമാലയിൽ ഒലിച്ചുപോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടായിരിക്കും നമ്മളത് പടുത്തുചേർത്തുന്നത്. ഓരോ തരി മണലും ശ്രദ്ധാപൂർവം ചേർത്തുവെച്ച് ഗോപുരങ്ങളും മതിലുകളുമൊക്കെ കെട്ടിപ്പടുക്കും. പക്ഷേ അപ്രതീക്ഷിതമായി വരുന്ന ഒരൊറ്റ തിരമാല മതി ആ അധ്വാനം മുഴുവൻ ഇല്ലാതാക്കാൻ. നമ്മുടെ സാമ്പത്തിക ജീവിതവും പലപ്പോഴും ഇതുപോലെയാണ്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് നമ്മൾ പണം സമ്പാദിക്കും. രാവും പകലും അധ്വാനിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ ആ വലിയ അധ്വാനത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലൊന്നും ബാക്കിയില്ലെന്ന സത്യം നമ്മളെ ഭയപ്പെടുത്തും. ദാരിദ്ര്യമെന്നത് വെറുമൊരു സാമ്പത്തിക അവസ്ഥയല്ല, അതൊരു ചങ്ങലയാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമ്മൾ തന്നെ നമ്മുടെ കാലിൽ അണിയുന്ന ചങ്ങല. പണമില്ലാത്തതുകൊണ്ടല്ല പലരും ദരിദ്രരാകുന്നത്, മറിച്ച് കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തതുകൊണ്ടാണ്. ഇന്നത്തെ ഈ യാത്രയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തികമായി നമ്മളെ തകർത്തുളയുന്ന, എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന 4 വലിയ തെറ്റുകളെക്കുറിച്ചാണ്. ഒരുപക്ഷേ ഈ തെറ്റുകളിൽ ഒന്നാവാം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്, അല്ലെങ്കിൽ നാളെ നിങ്ങളെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ വളരെ ശാന്തമായി, തുറന്ന മനസ്സോടെ നമുക്ക് ഈ കാര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഇത് കേവലം പണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണത്തേക്കാൾ വലിയൊരു സത്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ശരിയുമാണ്. സ്നേഹവും സമാധാനവും ആരോഗ്യവുമെല്ലാം പണത്തേക്കാൾ വലുതാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സാമ്പത്തികമായ സുരക്ഷിതത്വമില്ലാത്തപ്പോൾ, കടബാധ്യതകൾ വാതിലിൽ മുട്ടുമ്പോൾ നമുക്ക് സ്നേഹിക്കാനോ സമാധാനത്തോടെ ഉറങ്ങാനോ കഴിയാറുണ്ടോ? ഇല്ല. പണമെല്ലാമല്ല, പക്ഷെ പണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓക്സിജൻ പോലെയാണ്. അത് കുറയുമ്പോൾ ശ്വാസം മുട്ടും. അതുകൊണ്ട് ദരിദ്രനാകാതിരിക്കാൻ, ജീവിതം മുഴുവൻ കടങ്ങളുടെ ഭാരം ചുമക്കാതിരിക്കാൻ നമ്മൾ ഒഴിവാക്കേണ്ട ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തെറ്റിലേക്ക് നമുക്ക് കടക്കാം. പലരും സാമ്പത്തികമായി പരാജയപ്പെടാൻ കാരണം അവർ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥ പ്രശ്നം അതല്ല. യഥാർത്ഥ പ്രശ്നം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നതാണ്. ഇതിനെ നമുക്ക് അദൃശ്യമായ ദാരിദ്ര്യം എന്ന് വിളിക്കാം. നമ്മൾ ജീവിക്കുന്നത് ഒരു മത്സര ലോകത്താണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ളവരുടെ തിളങ്ങുന്ന ജീവിതം കണ്ട് നമ്മളും അതുപോലെയാകണം എന്നാഗ്രഹിച്ചു പോകുന്ന നിമിഷത്തിലാണ് നമ്മുടെ പതനം തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാവുന്ന എത്രയോ ആളുകൾ പുറമേ വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവരാകും. വലിയ വീട്, മുന്തിയ വാഹനം, വില കൂടിയ വസ്ത്രങ്ങൾ. പക്ഷെ അവരുടെ മനസ്സിനുള്ളിലേക്കൊന്ന് നോക്കിയാൽ കാണാം മാസാവസാനം വരാനിരിക്കുന്ന EMI-കളെക്കുറിച്ചുള്ള വേവലാതി. ഇതാണോ സമ്പത്ത്? അല്ല, ഇത് സമ്പന്നനാണെന്ന് അഭിനയിക്കാനുള്ള തത്രപ്പാട് മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയും അനാവശ്യമായി ഉയർത്തുന്നു എന്നതാണ്. ഇതിനൊരു മനഃശാസ്ത്രപരമായ പേരുണ്ട്: ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഉദാഹരണത്തിന്, ഒരു സാധാരണ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ സങ്കൽപ്പിക്കുക. അയാൾക്ക് ആ ശമ്പളം കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടന്നുപോകുന്നുണ്ട്. പെട്ടെന്ന് അയാൾക്കൊരു പ്രൊമോഷൻ കിട്ടുന്നു, ശമ്പളം കൂടുന്നു. സാമാന്യ ബുദ്ധി അനുസരിച്ച് അയാളുടെ സമ്പാദ്യം കൂടേണ്ടതാണ്, കാരണം ചെലവുകൾ പഴയതുപോലെ തന്നെയാണല്ലോ. പക്ഷേ സംഭവിക്കുന്നത് അതല്ല. ശമ്പളം കൂടിയ ഉടനെ അയാൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ഫോൺ മാറ്റുന്നു, പകരം ഏറ്റവും പുതിയ വില കൂടിയ ഫോൺ വാങ്ങുന്നു. അതുവരെ ട്രാവൽ ചെയ്തിരുന്ന പഴയ ബൈക്ക് മാറ്റി വലിയൊരു കാർ ലോൺ എടുക്കുന്നു. വാടക വീട് മാറി വലിയ വാടകയുള്ള ഫ്ളാറ്റിലേക്ക് മാറുന്നു. നോക്കൂ, വരുമാനം കൂടിയപ്പോൾ അയാൾ സമ്പന്നനാവുകയല്ല ചെയ്തത്, മറിച്ച് അയാളുടെ ബാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതൊരു കെണിയാണ്. തേൻ പുരട്ടിയ ഒരു വാളിലൂടെ നാവുകൊണ്ട് നക്കുന്നത് പോലെയുള്ള അവസ്ഥ. തുടക്കത്തിൽ മധുരിക്കും, പിന്നെ നാവ് മുറിയും. നമ്മൾ വാങ്ങിക്കൂട്ടുന്ന പല സാധനങ്ങളും നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവയല്ല, മറിച്ച് നമ്മുടെ അയൽക്കാരനെയോ സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ കാണിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. സമൂഹം എന്തു വിചാരിക്കും
എന്ന ചിന്തയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ദരിദ്രരാക്കി മാറ്റുന്നത്. നിങ്ങൾ വാങ്ങുന്ന ആ വലിയ കാർ കണ്ട് മറ്റുള്ളവർ അസൂയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിച്ചേക്കാം. പക്ഷെ ആ അഭിനന്ദനം കേവലം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ആ കാറിനു വേണ്ടി നിങ്ങളെടുത്ത ലോൺ അടുത്ത 5-7 വർഷം നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങും. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ അതിന്റെ വലിയൊരു പങ്കും ബാങ്കിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുഖത്തെ ചിരി മാഞ്ഞുപോകും. അപ്പോൾ നിങ്ങളെ അഭിനന്ദിച്ച ആരും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല. യഥാർത്ഥ സമ്പത്തെന്നത് പുറമേ കാണുന്ന സാധനങ്ങളിലല്ല ഇരിക്കുന്നത്. അത് കാണാത്ത ബാങ്ക് ബാലൻസിലും നിക്ഷേപങ്ങളിലും ആരും കാണാതെ വളരുന്ന ആസ്തികളിലുമാണ്. നിങ്ങളൊരു വില കൂടിയ വാച്ച് കെട്ടിയതുകൊണ്ട് സമയം മാറാൻ പോകുന്നില്ല. എന്നാൽ ആ വാച്ചിന്റെ വില ശരിയായ രീതിയിൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതാണ് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ദരിദ്രർ പണം കിട്ടുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. സമ്പന്നർ പണം കിട്ടുമ്പോൾ അത് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള വഴികളിൽ നിക്ഷേപിക്കുന്നു. സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവർക്ക് വീടിന്റെ അലമാരകൾ നിറയും, പക്ഷെ പോക്കറ്റ് കാലിയാകും. നിക്ഷേപിക്കുന്നവരുടെ പോക്കറ്റ് നിറയും, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഏത് സാധനവും വാങ്ങാനുള്ള കരുത്തുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സന്തോഷമെന്നത് സാധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല. ഒരു പുതിയ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്ര ദിവസം നീണ്ടുനിൽക്കും? ഒരാഴ്ച, അല്ലെങ്കിൽ പരമാവധി 1 മാസം. അതിനുശേഷം അത് വെറുമൊരു ഉപകരണം മാത്രമായി മാറുന്നു. എന്നാൽ ആ ഫോൺ വാങ്ങാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കിയ പണം അല്ലെങ്കിൽ എടുത്ത കടം നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് നൽകുന്നത് സമ്മർദ്ദമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ മറന്നുപോകുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്ന് ഇവയാണ് ആവശ്യങ്ങൾ. എന്നാൽ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ആഡംബര ഭക്ഷണം, കൊട്ടാരം പോലെയുള്ള വീട് ഇവയെല്ലാം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ തെറ്റല്ല. പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു മുമ്പ്, അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു മുമ്പ് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയാൽ അത് ദാരിദ്ര്യത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ഒരു പഴയ കഥയുണ്ട്, സ്വർണ്ണമുട്ടയിടുന്ന താറാവിന്റെ കഥ. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിൽ എത്ര പേർ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്? നമ്മുടെ വരുമാനമാണ് ആ താറാവ്. നമ്മൾ ചെയ്യേണ്ടത് ആ താറാവിനെ സംരക്ഷിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് കിട്ടുന്ന വരുമാനം മുഴുവൻ അന്നന്ന് തന്നെ തീർത്ത് ആ താറാവിനെ കൊല്ലുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ്. ഓരോ തവണയും നിങ്ങൾ അനാവശ്യമായ ഒരു സാധനം വാങ്ങുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാവിയുടെ ഒരു ചെറിയ ഭാഗം വിൽക്കുകയാണ്. നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നത് ആ സാധനത്തെയല്ല, മറിച്ച് ആ പണം സമ്പാദിക്കാൻ നിങ്ങൾ ചിലവഴിച്ച നിങ്ങളുടെ ജീവിത സമയത്തെയാണ്. ഒരു 50,000 രൂപയുടെ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് 50,000 രൂപയാണെന്നല്ല, മറിച്ച് ആ പണമുണ്ടാക്കാൻ നിങ്ങൾ എത്ര മാസം ജോലി ചെയ്യണമെന്നാണ്. 2 മാസത്തെ നിങ്ങളുടെ അധ്വാനമാണ് ആ ഫോണിന് വിലയായി കൊടുക്കുന്നതെങ്കിൽ ആ ഫോൺ വാങ്ങുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 2 മാസം വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. ഈ ആദ്യത്തെ തെറ്റ് തിരുത്താൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിന് ശക്തമായ ഒരു മനസ്സ് വേണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതം അവസാനിപ്പിക്കുക. ലളിതമായ ജീവിതം എന്നതൊരു കുറച്ചിലല്ല, അതൊരു വലിയ വിജയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായ പലരും വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. കാരണം അവർക്കറിയാം, പണത്തിന്റെ മൂല്യം അത് ചിലവാക്കുന്നതിലല്ല, അത് സൂക്ഷിക്കുന്നതിലാണ്. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പണം ചിലവാക്കി ആഡംബരം കാണിക്കുന്നത്, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലയുമില്ലെന്ന് തിരിച്ചറിയുക. യുവർ ഫ്രണ്ട്സ് വിൽ നോട്ട് ജംപ് ഇൻ യുവർ കേവിംഗ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എന്റെ വരുമാനത്തിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ പണം ചിലവാക്കില്ല. എന്റെ അയൽക്കാരൻ പുതിയ കാർ വാങ്ങിയതുകൊണ്ട് എനിക്ക് വിഷമമില്ല, കാരണം എന്റെ ലക്ഷ്യം വേറെയാണ്. എന്റെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്, അല്ലാതെ സാമ്പത്തിക അടിമത്വമല്ല. ഈ ആദ്യത്തെ വലിയ തെറ്റ്, അതായത് ആഡംബര ഭ്രമം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതം, നമ്മളെ എങ്ങനെ സാമ്പത്തികമായി തകർക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായ, വളരെ നിശബ്ദമായി നമ്മുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്ന രണ്ടാമത്തെ തെറ്റുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും സ്നേഹം കൊണ്ടോ കരുതൽ കൊണ്ടോ ചെയ്യുന്നതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ ഫലം കൊടിയ ദാരിദ്ര്യമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്താണെന്നല്ലേ? അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി പരിശോധിക്കാം. ഈ രണ്ടാമത്തെ തെറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതൊരൊട്ടക്കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതുപോലെയാകും. എത്രയൊഴിച്ചാലും നിറയില്ല, ഒടുവിൽ കുടം കാലിയായി തന്നെ ഇരിക്കും. ആ രണ്ടാമത്തെ തെറ്റ് ആദ്യത്തേതുപോലെ തന്നെ
നമുക്ക് മനസ്സിലാകാതെ നമ്മളെ തകർക്കുന്ന ഒന്നാണ്. അത് അളവറിയാത്ത ദാനശീലമെന്ന പേരിൽ തന്നെയാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് ചവിട്ടിക്കയറുന്നത്. കേൾക്കുമ്പോൾ ഒന്ന് അതിശയകരമായി തോന്നുമല്ലോ, ദാനം ചെയ്യുന്നത് തെറ്റാണോ എന്ന ചിന്ത. ഇല്ല, ദാനം ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ നിങ്ങളെ തന്നെ കത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി വെളിച്ചം നൽകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. ഒരു വിളക്കിനെ സങ്കൽപ്പിക്കുക. അതിന്റെ ഉള്ളിലെ എണ്ണയ്ക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങനെ കത്തിക്കൊണ്ടിരുന്നാൽ വിളക്ക് അണഞ്ഞുപോകും. നിങ്ങളും അതുപോലെയാണ്. നിങ്ങളുടെ സാമ്പത്തികത്തിലും ഒരു പരിധിയുണ്ട്. ആ പരിധി കണക്കാക്കാതെ വികാരത്തിന്റെ അധീനതയിലെടുത്ത തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. ഒരു ചെറിയ സംഭവകഥ. രാജു എന്ന പേരിലുള്ള ഒരു യുവാവുണ്ടെന്ന് സങ്കൽപ്പിക്കൂ. നല്ലൊരു വേതനമുള്ള ജോലി, നാട്ടിലും വീട്ടിലുമെല്ലാം നല്ല പേരുണ്ട്. മികച്ച മകനും മികച്ച സഹോദരനും എന്നെല്ലാവരും അഭിനന്ദിക്കുന്നയാൾ. കാരണമെന്തെന്നാൽ ആരെങ്കിലും പണം ചോദിച്ചാൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. സഹോദരന്റെ ബിസിനസ് കുഴപ്പത്തിലായി രാജു ലോൺ എടുത്തുകൊടുത്തു. ബന്ധുവിന്റെ മകളുടെ വിവാഹം രാജുവാണ് ചെലവിന്റെ വലിയ ഭാഗം വഹിച്ചത്. അച്ഛന്റെ പഴയ കടങ്ങൾ തീർക്കാൻ കൂടെ നിന്നത് രാജു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ രാജു ഒരു ദൈവസദൃശനായ വ്യക്തിയാണ്. പക്ഷേ ഇരുണ്ട മുറിയിൽ കിടക്കുന്ന രാജുവിന്റെ മനസ്സറിയുമോ ആരെങ്കിലും? ശമ്പളം കിട്ടുന്ന ഓരോ മാസവും ആദ്യം ഓർക്കുന്നത് ബാങ്കിലേക്കുള്ള EMIയും പലരോടുമുള്ള കടബാധ്യതകളുമാണ്. തന്റെ സ്വന്തം ഭാവിക്കൊന്നും നിക്ഷേപിക്കാനാവാതെ 30-35 കഴിഞ്ഞ രാജു ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? കയ്യിലൊന്നുമില്ല. ആരോഗ്യവും മാനസിക ശക്തിയും നഷ്ടമായി. പിന്നെ ആ ബന്ധുക്കൾ എവിടെയാണ്? പുതിയ നായകന്മാരെ കണ്ടെത്തിയിരിക്കുന്നു അവർ. ഇവിടെ പതിക്കേണ്ട പാഠം സിമ്പിളാണ്. നിങ്ങളൊരു വിമാനയാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എയർ ഹോസ്റ്റസ് പറയുന്ന ഒരു വാചകമുണ്ടല്ലോ, പ്രഷർ കുറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മാസ്ക് ധരിക്കൂ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കൂ എന്ന്. അത് വെറും സുരക്ഷാ നിർദ്ദേശമല്ല, ജീവിതത്തിന്റെ ആഴത്തിലുള്ള ഒരു സത്യമാണ്. ആദ്യം നിങ്ങളെ തന്നെ രക്ഷിക്കണം. സാമ്പത്തികമായി നിങ്ങളുടെ കാലിൽ ഉറച്ചു നിൽക്കണം. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരെ കരുതലോടെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് തന്നെ മതിയായ ശമ്പളം കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളുടെ കടം മുഴുവൻ താങ്ങാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ഭാവിയെ പണയം വെക്കുന്നതിന് തുല്യമാണ്. ചില സഹായങ്ങളുണ്ട്, നാം നിർബന്ധമായും ചെയ്യണം. വയോധികരായ മാതാപിതാക്കളുടെ മരുന്നും ഭക്ഷണവും, കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, ഇവയെ ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ ബന്ധുവിന്റെ ബിസിനസ് ലോസ് തീർക്കാൻ, സുഹൃത്തിന്റെ ആഡംബര വിവാഹത്തിനായി, മറ്റൊരാളുടെ അനാവശ്യ വായ്പ അടയ്ക്കാനായി നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം തൂത്തുവാരുകയാണെങ്കിൽ ഇത് സഹായമല്ല, സ്വയം നാശമാണ്. കൂടാതെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു സത്യമുണ്ടാകുന്നു. താങ്ങാൻ ശ്രമിക്കുന്ന ആ ആളുകൾ പലപ്പോഴും അവരുടെ തെറ്റായ സാമ്പത്തിക ശീലങ്ങൾ തുടരുമെന്ന്. കാരണം നിങ്ങൾ ഓരോ തവണയും രക്ഷിക്കുമ്പോൾ അവർക്കൊരു അടിയന്തര സൗജന്യ സുരക്ഷാ കവചമുണ്ടെന്ന് അവർ മനസ്സിലാക്കും. എന്തായാലും അങ്ങനെ ഒരു പെട്ടെന്നുള്ള സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു ഉണ്ടല്ലോ എന്ന ഉറപ്പാണ് അവരുടെ തെറ്റുകൾ ആവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോൾ ഇല്ല എന്നൊരു വാക്ക് അതിവിശിഷ്ടമായൊരു സമ്മാനമാണ്. അത് അത്യാവശ്യമായ ഒരു വേദന നൽകും. പക്ഷേ ആ വേദനയിലൂടെ അവർ ഉത്തരവാദിത്വം പഠിക്കും. നിങ്ങൾ ഇന്നൊരു തവണ ഇല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ അനവധി തവണ കഴിയില്ല എന്ന് പറയേണ്ടി വരും. സാമ്പത്തിക ദാനശീലം ഉണ്ടാകരുതെന്നല്ല സന്ദേശം. ദാനം അത്യാവശ്യമാണ്. എങ്കിലും അത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാത്ത രീതിയിൽ വേണം. നിങ്ങൾക്ക് സ്ഥിരമായ അടിയന്തര നിധിയുണ്ടോ? നിങ്ങളുടെ വിരമിക്കൽക്കായുള്ള ചെറിയ തോതിലുള്ള നിക്ഷേപം തുടങ്ങിയിട്ടുണ്ടോ? കുടുംബത്തിനായി ആവശ്യമായ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഈ അടിസ്ഥാന കാര്യങ്ങളൊന്നും ഉറപ്പാക്കാതിരിക്കെ നിങ്ങൾ മാസവരുമാനത്തിന്റെ വലിയൊരു ഭാഗം മനുഷ്യസേവനത്തിനായി ചെലവഴിക്കുന്നത് നിങ്ങളെ നാളെ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നവനാക്കി മാറ്റാനിടയുണ്ട്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ശക്തരാവുക എന്നതാണ് ഇവിടെയുള്ളതെല്ലാം. ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ തെറ്റിലേക്ക് കടക്കാം. ഇത് വളരെ നിശബ്ദമായ ഒരു ശത്രുവാണ്. പുറമേ നിന്നൊന്നും കാണാനാവില്ല. ബാങ്കിന്റെ കത്തുകൾ, ലോൺ HW, ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം വീട്ടിൽ വന്നിറങ്ങുമ്പോഴാണ് അതിന്റെ കാൽച്ചവിട്ടുകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. കടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇന്നേ ദിവസം ആസ്വദിക്കണം, നാളെ കണ്ടോളാം. ഇതാണ് ആ തെറ്റിന്റെ മുദ്രാവാക്യം. അതായത് നിയന്ത്രണമില്ലാതെ കടമെടുക്കുന്ന ശീലം. ദാരിദ്ര്യത്തെക്കാൾ ഭയങ്കരമാണ് കടബാധ്യതയുടെ അടിമത്വം. കാരണം ദരിദ്രൻ ഒരു പരിധിവരെ സ്വതന്ത്രനാണ്. പക്ഷെ കടക്കാരൻ ബാങ്കിന്റെയും ഫിനാൻസ് കമ്പനികളുടെയും സമയപ്പട്ടികയ്ക്ക് അടിമയാവും. ക്രെഡിറ്റ് കാർഡ് എന്നൊരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണം എത്രയോ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാവി തകർത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വാങ്ങൂ, പിന്നെ അടയ്ക്കാം
എന്ന വാചകം നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു മന്ത്രം പോലെയാണ്. ഒരു 10,000 രൂപയുടെ സാധനം 12 മാസത്തിന് നൽകാമെന്ന് പറഞ്ഞാൽ നമുക്കത് ചെറിയ തുകയായി തോന്നും. പക്ഷേ അതിന്റെ പലിശയും മറ്റ് ചെലവുമെല്ലാം കൂട്ടിക്കണക്കാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ ആ സാധനത്തിന്റെ യഥാർത്ഥ വിലയുടെ 180% വരെ നമ്മൾ അടച്ചു തീർക്കുന്നു. ഇത്ര ചെറിയ EMI മാത്രമേ ഉള്ളൂ, എനിക്കെന്താണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല EMIകളും കൂട്ടിക്കൂട്ടുന്നവരുണ്ട്. ഒരു മൊബൈൽ ഫോണിന്റെ EMI, വാഷിംഗ് മെഷീനിന്റെ EMI, ടിവിയുടെ EMI, ബൈക്കിന്റെ EMI, ഒടുവിൽ വ്യക്തിഗത ലോൺ. ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഇവയെല്ലാം കൃത്യമായ തീയതിക്ക് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ല, ബാങ്കിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്നത്. കടം എല്ലായ്പ്പോഴും തെറ്റാണോ? അതുമൊന്നല്ല. 2 തരത്തിലുള്ള കടമുണ്ടെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പറയും. ഒന്നുകിൽ നല്ല കടം, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന കടം. മറ്റൊന്ന് മോശം കടം. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനോ സ്വത്തുവില ഉയർത്താനോ സഹായിക്കുന്ന കടങ്ങളാണ് നല്ല കടം. ഉദാഹരണത്തിന്, പരിധിയുള്ള പ്ലാൻ ചെയ്ത ഒരു ഹോം ലോൺ നിങ്ങൾക്കൊരു വീടെന്ന ആസ്തി നൽകും. അടുത്ത കുറേ വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉറപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിനായി എടുത്തൊരു വായ്പ, അതും ചില സമയങ്ങളിൽ യുക്തിസമമാകും. പക്ഷേ വില കൂടിയ ഒരു ഫോൺ വാങ്ങാൻ, ഓൺലൈൻ ഷോപ്പിങ്ങിനായി, ഫാഷൻ സാധനങ്ങൾക്കായി, അവധിയാത്രകൾക്കായി നമ്മൾ എടുക്കുന്ന വായ്പകൾ, ഇതെല്ലാം മോശം കടമാണ്. ഇത് നമുക്കൊന്നും ഉണ്ടാക്കിക്കൊടുക്കില്ല, മറിച്ച് നമ്മൾ ഉള്ളത് പോലും എടുത്തു കളയും. കടം നമ്മളെ മാനസികമായി എങ്ങനെ തളർത്തുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉണ്ടാക്കുന്ന ഓരോ പ്ലാനിന്റെ പിന്നിലും ഒരു ഭയം പതിഞ്ഞിരിക്കും. അടുത്ത മാസം EMI അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താകും? ജോലി നഷ്ടമാകുമോ? ശമ്പളം വൈകുമോ? ആരോഗ്യ പ്രശ്നമുണ്ടാകുമോ എന്ന ഭയം കടം ചെയ്തിരിക്കുന്നവരുടെ മനസ്സിൽ പലപ്പോഴും ഇരുട്ടായി മാറും. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും ആസ്വദിക്കാൻ അവർക്ക് ഭയം തോന്നും. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് പോലും എവിടെയോ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഒരു ബാലൻസ് പേയ്മെന്റ് ഓർമ്മിപ്പിക്കുന്ന ഒരു ശബ്ദം. ഇതാണ് കടബാധ്യതയുടെ യഥാർത്ഥ വില. അതിനാൽ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളോട് തുറന്നു ചോദിക്കണം, എനിക്കുള്ള കടങ്ങളിൽ ഏതൊക്കെ എന്നെ വളർച്ചയിലേക്കാണ് നയിക്കുന്നത്, ഏതൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് താഴേക്ക് വലിച്ചിഴയ്ക്കുന്നു? നിങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പതിവായി കടമടയ്ക്കാനാണ് പോകുന്നതെങ്കിൽ അതൊരു റെഡ് അലേർട്ടാണ്. നുയ്യക്കടമൊന്നും എടുക്കാതെ നിലവിലുള്ളതൊക്കെ ഒരു പദ്ധതി തയ്യാറാക്കി ഒരു സമയപരിധിക്കുള്ളിൽ തീർക്കാനുള്ളൊരു തീരുമാനമാണ് ഇവിടെ നിന്നും തുടങ്ങേണ്ട ആദ്യ പടി. ഒരു സംഭവം നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം. ഇന്നത്തെ ചെറിയ ആസ്വാദനത്തിനായി നിങ്ങൾ എടുത്ത കടം നാളത്തെ വലിയ സ്വാതന്ത്ര്യം തട്ടിയെടുക്കും. എങ്കിലും ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കടം നല്ലതായാലും മോശമായാലും അതിന്റെ റിസ്ക് നിങ്ങളുടേതാണ്. ബാങ്ക് നിങ്ങളോട് ചിരിച്ചുകൊണ്ട് വായ്പ നൽകും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ രാത്രികളിൽ ഉറക്കമില്ലാതെ കിടക്കേണ്ടി വരുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് എനിക്കിത് ലോൺ എടുക്കാതെ യാതൊരു വിധേനയും സാധിക്കുമോ എന്ന ചോദ്യത്തിന് ധൈര്യമായി ഉത്തരം പറയാൻ പഠിക്കണം. പലപ്പോഴും ഉത്തരം അതേ ആയിരിക്കും. നമുക്ക് ആഗ്രഹിക്കുന്ന സാധനം ആ സമയത്ത് അത്യാവശ്യമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ ആ കടം ഒഴിവാക്കാൻ നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നുള്ള ആദ്യ മോചനം. ഇപ്പോഴിപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ 3 തെറ്റുകൾ: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഡംബര ജീവിതം, പരിധിയില്ലാത്ത സഹായശീലം, നിയന്ത്രണമില്ലാത്ത കടം. ഇവയെല്ലാം ചേർന്ന് നമ്മളെ ക്രമാതീതമായി ദരിദ്രതയിലേക്ക് തള്ളുന്നു. എന്നാൽ ഇതിനേക്കാൾ ഗൂഢമായ, വളരെ ശാന്തമായി അകത്ത് ചെറുതായി തുടങ്ങി വൻ നാശം വിതയ്ക്കുന്ന 4ാമത്തെ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് നിങ്ങളെ പണത്തോട് ജീവിതം മുഴുവൻ പറ്റിച്ചു നിർത്തും. അതെന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ ശാന്തമായി തുറന്നുകൂട്ടാം. ഒരു കാര്യവും മറക്കാതെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നും ചെയ്യുന്ന ഈ തെറ്റ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവാം. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ, എന്നാൽ ഏറ്റവും അപകടകരമായ 4ാമത്തെ തെറ്റിലേക്ക് കടക്കാം. ഇത് പലരും ഒരു തെറ്റായി കാണാറില്ല, മറിച്ചൊരു ജീവിതശൈലിയായി കൊണ്ടു നടക്കുന്ന ഒന്നാണ്. നാളേക്കു വേണ്ടി ഒന്നും മാറ്റിവെക്കാതിരിക്കുക, അഥവാ നിക്ഷേപമില്ലായ്മ. നമ്മൾ പലരും ചിന്തിക്കുന്നത് ഇപ്പോൾ ജീവിക്കുക, നാളെ വരുമ്പോൾ നോക്കാം എന്നാണ്. കേൾക്കാൻ നല്ല രസമുള്ളൊരു ഫിലോസഫിയാണിത്. പക്ഷെ ജീവിതം എന്നത് സിനിമയല്ല. സിനിമയിൽ ക്ലൈമാക്സിലെല്ലാം ശുഭമായി അവസാനിക്കും. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ കയ്യിൽ പണമില്ലാതെ മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മക്കളുടെയോ ബന്ധുക്കളുടെയോ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ എത്ര ദയനീയമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ആരും ആഗ്രഹിക്കാത്ത, എന്നാൽ പലർക്കും സംഭവിക്കുന്ന ഒരു ദുരന്തമാണത്. നിങ്ങൾ ഇന്ന് അധ്വാനിക്കുന്നു, നിങ്ങൾക്ക് വരുമാനമുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ രാജാവാണ്. പക്ഷേ ഈ രാജയോഗം എക്കാലവും നിലനിൽക്കില്ല. ഒരു ദിവസം നിങ്ങളുടെ ശരീരം പറയും, എനിക്കിനി വയ്യ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി പറയും, നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല എന്ന്. ആ നിമിഷത്തിൽ നിങ്ങളെ താങ്ങി നിർത്താൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ?
അപ്പോഴാണ് സമ്പാദ്യത്തിന്റെയും നിക്ഷേപത്തിന്റെയും യഥാർത്ഥ വില നമ്മൾ അറിയുന്നത്. പലരും പറയും, എനിക്ക് മിച്ചം പിടിക്കാൻ മാത്രം ശമ്പളം കിട്ടുന്നില്ല എന്ന്. ഇതൊരു തെറ്റായ ധാരണയാണ്. സമ്പാദ്യമെന്നത് ശമ്പളത്തിന്റെ വലുപ്പത്തിലല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പത്തിലാണ് ഇരിക്കുന്നത്. 5000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് 500 രൂപ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ 50,000 വാങ്ങുന്നയാൾക്ക് 5000 മാറ്റിവെക്കാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. പക്ഷെ നമ്മളത് ചെയ്യില്ല. കാരണം നമ്മൾ ആദ്യം ചെലവഴിക്കും, എന്നിട്ട് ബാക്കി വന്നാൽ മാത്രം സമ്പാദിക്കാമെന്ന് കരുതും. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ, ചെലവഴിച്ച ശേഷം മിച്ചം വരുന്നത് സമ്പാദിക്കരുത്, മറിച്ച് സമ്പാദിച്ച ശേഷം മിച്ചം വരുന്നത് മാത്രം ചെലവഴിക്കുക. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വിദേശത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയവർ നാട്ടിൽ വന്നാൽ രാജാവിനെ പോലെ ജീവിക്കും. കാറ്, വലിയ വീട്, പാർട്ടി, ആഘോഷം. പക്ഷെ ഗൾഫിലെ വിസ തീരുമ്പോൾ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് തിരികെ വരുമ്പോൾ കയ്യിൽ ശൂന്യം. പിന്നെ ശിഷ്ടകാലം മുഴുവൻ പരാതിയും പരിഭവവുമായി കഴിച്ചുകൂട്ടുന്നവർ. നേരെ മറിച്ച് തുച്ഛ ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടും കൃത്യമായി ചിട്ടിപിടിച്ചും ചെറിയ സ്ഥലം വാങ്ങിയും മക്കളുടെ പേരിൽ നിക്ഷേപം നടത്തിയും വാർദ്ധക്യത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടില്ലേ? പണത്തിന്റെ അളവിലല്ല കാര്യം, അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. പണം വെറുതെ അലമാരയിൽ പൂട്ടിവെച്ചതുകൊണ്ട് കാര്യമില്ല. പണം വളരണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. അതാണ് നിക്ഷേപം അഥവാ ഇൻവെസ്റ്റ്മെന്റ്. പണപ്പെരുപ്പമെന്നൊരു വലിയ രാക്ഷസൻ നമ്മുടെ സമ്പാദ്യത്തെ കാർന്നു തിന്നുന്നുണ്ട്. 10 വർഷം മുമ്പ് 1,00,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം ഇന്ന് കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ പണം വെറുതെ ബാങ്കിലിട്ടാൽ അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പണം വളരുന്ന രീതിയിൽ അത് സ്വർണത്തിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഭൂമിയിലോ അല്ലെങ്കിൽ വിശ്വസനീയമായ ബിസിനസ്സുകളിലോ നിക്ഷേപിക്കണം. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ മണിക്കൂറുകൾ റീൽസ് കാണാനും സിനിമ കാണാനും ചെലവഴിക്കും. പക്ഷെ സ്വന്തം പണം എങ്ങനെ വളർത്താമെന്ന് പഠിക്കാൻ 10 മിനിറ്റ് മാറ്റിവെക്കാൻ മടിയാണ്. ഈ മടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഈ 4 തെറ്റുകൾ, ആഡംബരഭ്രമം, അതിരുകവിഞ്ഞ ദാനശീലം, അനിയന്ത്രിതമായ കടം, നിക്ഷേപമില്ലായ്മ, ഇവ 4ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കും. ആഡംബരം കാണിക്കാൻ കടം വാങ്ങും, കടം വീട്ടാൻ നിക്ഷേപം ഒഴിവാക്കും, ഒടുവിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴും. ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? നല്ലതാണ്. ആ ഭയമാണ് മാറ്റത്തിനുള്ള ആദ്യത്തെ പടി. ഭയം നമ്മളെ ജാഗരൂകരാക്കും. പക്ഷെ ഭയന്ന് പിന്മാറാനല്ല, മറിച്ച് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനിയുള്ള സമയം നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എങ്ങനെ ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്ന്. സാമ്പത്തിക അച്ചടക്കം എന്നത് ഒരു ജയിലല്ല, അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണ്. നിങ്ങൾ വിചാരിക്കുന്നതുപോലെ പിശുക്കി ജീവിക്കലല്ല അത്, മറിച്ച് ബുദ്ധിപൂർവം ജീവിക്കലാണ്. ഒരു മാസത്തെ ബജറ്റ് എഴുതി തുടങ്ങുന്നിടത്താണ് മാറ്റം തുടങ്ങുന്നത്. ഓരോ രൂപയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. അനാവശ്യമായ ഒരു ചെലവ് കണ്ടെത്തിയാൽ അത് വെട്ടിക്കുറയ്ക്കാൻ മടിക്കരുത്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാം, അനാവശ്യ സബ്സ്ക്രിപ്ഷനുകൾ ഒഴിവാക്കാം, ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് പകരം സാധാരണ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം. ഈ ചെറിയ മാറ്റങ്ങൾ മാസാവസാനം നിങ്ങളുടെ കയ്യിൽ ബാക്കിയാക്കുന്ന തുക കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ആ തുക, അതാണ് നിങ്ങളുടെ ഭാവിയുടെ വിത്ത്. അത് പാഴാക്കരുത്. ഒരത്യാഹിതം വന്നാൽ ഉപയോഗിക്കാൻ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ജോലി പോയാലോ അസുഖം വന്നാലോ ആരെയും ആശ്രയിക്കാതെ കുറഞ്ഞത് 6 മാസമെങ്കിലും ജീവിക്കാനുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കടക്കാരെ പേടിക്കാതെ, ഫോൺ കോളുകളെ ഭയക്കാതെ തലയുയർത്തി നടക്കാൻ ഈ ചെറിയ സമ്പാദ്യം നിങ്ങളെ സഹായിക്കും. സമാധാനമുള്ള ഉറക്കത്തെക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 20 വയസ്സിൽ നിക്ഷേപം തുടങ്ങുന്നതും 40 വയസ്സിൽ തുടങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കൂട്ടുപലിശ അഥവാ കോമ്പൗണ്ടിംഗ് എന്ന് കേട്ടിട്ടില്ലേ? അത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തുടങ്ങുന്നവർക്ക് ചെറിയ തുക കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാം. വൈകുന്തോറും നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് നാളെ തുടങ്ങാം എന്ന് പറയരുത്. നാളെ എന്നതൊരു മിഥ്യയാണ്. ഇന്നാണ് സത്യം. ഇപ്പോൾ, ഈ നിമിഷമാണ് പ്രധാനം. നിങ്ങളുടെ വരുമാനം എത്ര കുറവാണെങ്കിലും അതിന്റെ ഒരു ചെറിയ ശതമാനം, അത് 10%, 20% ആകട്ടെ, അത് മാറ്റിവെക്കാൻ തീരുമാനിക്കുക. അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ഭാവിക്കുള്ളതാണ്.
പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇനി ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം, കുറെ വൈകിപ്പോയില്ലേ എന്ന്. ഒരിക്കലുമില്ല. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ഒരിക്കലും വൈകില്ല. 50 വയസ്സിലാണെങ്കിൽ പോലും ഇന്ന് തുടങ്ങുന്ന ഒരു മാറ്റം നിങ്ങളുടെ 60-ാം വയസ്സിനെ സുരക്ഷിതമാക്കും. കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുക എന്നതാണ് പ്രധാനം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. തെറ്റുകൾ സംഭവിക്കും. പക്ഷെ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് വിഡ്ഢിത്തം. ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും. ആരോഗ്യമില്ലെങ്കിൽ എത്ര പണമുണ്ടായിട്ടും കാര്യമില്ലല്ലോ. പലപ്പോഴും പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ നമ്മൾ ആരോഗ്യം കളയും. പിന്നീട് ആ ആരോഗ്യം തിരിച്ചു കിട്ടാൻ സമ്പാദിച്ച പണം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കും. ഇതൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കത്തോടൊപ്പം ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയും കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതും ഒരു വലിയ നിക്ഷേപം തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഭയപ്പെടുത്താനല്ല, മറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഈ 4 തെറ്റുകൾ, ആഡംബരഭ്രമം, അതിരുകവിഞ്ഞ ദാനശീലം, അനിയന്ത്രിതമായ കടം, നിക്ഷേപമില്ലായ്മ, ഇവ 4ഉം ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം പാതി വിജയിച്ചു. ബാക്കി പാതി നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയുമാണ്. വലിയ ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കുക എന്നതല്ല ലക്ഷ്യം, മറിച്ച് ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ കടങ്ങളില്ലാതെ തലയുയർത്തി ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഇതൊരു യാത്രയാണ്. ഒറ്റ രാത്രി കൊണ്ട് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയ ചുവടുവെപ്പുകൾ മതി. ഇന്നൊരു അനാവശ്യ ചെലവ് ഒഴിവാക്കുക. നാളെ ഒരു 100 രൂപ സമ്പാദിക്കുക. അടുത്ത മാസം ചെറിയ ഒരു കടം വീട്ടുക. അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ടു പോകുക. ഓരോ ചെറിയ വിജയവും ആഘോഷിക്കുക. ആത്മവിശ്വാസം വളർത്തുക. ഓർക്കുക, നിങ്ങളുടെ സാമ്പത്തിക വിധി എഴുതുന്നത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിലാണ് ആ പേനയും കടലാസമുള്ളത്. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ ഈ ആശയങ്ങളെല്ലാം എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാമെന്നും മനസ്സിനെ എങ്ങനെ ഇതിനായി പാകപ്പെടുത്താമെന്നും പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നമുക്ക് മുന്നോട്ടു പോകാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ടാകാം. നമ്മൾ തിരിച്ചറിഞ്ഞ ആ 4 ശത്രുക്കളും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പതിയിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അറിവ് നേടുക എന്നത് ആദ്യത്തെ പടിയാണ്. എന്നാൽ ആ അറിവ് പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം മാറിത്തുടങ്ങുന്നത്. ഒരു വിത്ത് കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് മണ്ണിൽ നട്ട് വെള്ളമൊഴിച്ച് പരിപാലിക്കുമ്പോഴാണ് അതൊരു വലിയ മരമായി വളരുന്നത്. അതുപോലെ ഈ ചിന്തകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മുടെ മനസ്സിനെ ആദ്യം പാകപ്പെടുത്തേണ്ടതുണ്ട്. പണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് ആദ്യം മാറേണ്ടത്. നമ്മളിൽ പലരും പണത്തെ ഒരു ഭയത്തോടെയോ അല്ലെങ്കിൽ ഒരുതരം പുച്ഛത്തോടെയോ ആണ് കാണുന്നത്. പണം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, പണക്കാർക്ക് സമാധാനമുണ്ടാകില്ല തുടങ്ങിയ ചിന്തകൾ നമ്മൾ കേട്ടു വളർന്നതാണ്. ഈ ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് പണം കയ്യിൽ വരുമ്പോൾ അത് വേഗം ചെലവാക്കി തീർക്കാൻ നമുക്കൊരു തിടുക്കം തോന്നുന്നത്. ആദ്യം നമ്മൾ പണത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. പണം ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ഉപകരണം മാത്രമാണ്. നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ അത് നന്മ ചെയ്യും, ചീത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ അത് തിന്മയും. ഒരു കത്തി പോലെ. അതുകൊണ്ട് പച്ചക്കറി അരിയാം, ഒരാളെ കൊല്ലുകയും ചെയ്യാം. ഉപയോഗിക്കുന്ന ആളിന്റെ കയ്യിലാണ് കാര്യം. അതുപോലെ പണത്തെ ഒരു നല്ല സുഹൃത്തായി കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ. രണ്ടാമതായി, ക്ഷമ എന്ന ഗുണം വളർത്തിയെടുക്കുക. നമ്മൾ ജീവിക്കുന്നത് ഇൻസ്റ്റന്റ് ലോകത്താണ്. ഇൻസ്റ്റന്റ് നൂഡിൽസ്, ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് എന്റർടൈൻമെന്റ് എല്ലാം ഉടൻ കിട്ടണം. ഈ ശീലം നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഒരു സാധനം വേണമെന്ന് തോന്നിയാൽ അത് അപ്പോൾ തന്നെ വാങ്ങാനും നമ്മൾ മടിക്കില്ല. ഈ ദുശ്ശീലത്തെ മറികടക്കാൻ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ ആഗ്രഹങ്ങളെ നീട്ടിവെക്കാനുള്ള കഴിവ് നമ്മൾ പരിശീലിക്കണം. ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹം തോന്നിയാൽ ഉടനെ പോയി ക്രെഡിറ്റ് കാർഡിൽ വാങ്ങാതെ ഒരു 3 മാസം കാത്തിരിക്കുക. ആ ഫോണിനു വേണ്ടി പണം സ്വരൂപിച്ച് 3 മാസം കഴിഞ്ഞ് സ്വന്തം പണം കൊടുത്ത് വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോണിനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും. കാരണം
അത് നിങ്ങളുടെ ക്ഷമയുടെയും അധ്വാനത്തിന്റെയും ഫലമാണ്. പലപ്പോഴും 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എനിക്ക് ശരിക്കും ഈ ഫോൺ ആവശ്യമായിരുന്നില്ല എന്ന്. അങ്ങനെ എത്രയോ അനാവശ്യ ചെലവുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മോശം കാര്യമാണെന്ന ധാരണ മാറ്റുക. കുടുംബത്തിൽ നിങ്ങളുടെ പങ്കാളിയോട് പണത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. രണ്ടുപേർക്കും ഒരേ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പണത്തിന്റെ മൂല്യം പഠിപ്പിക്കുക. അവർക്ക് പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ അതിലൊരു ഭാഗം സമ്പാദിക്കാനും ഒരു ഭാഗം ചെലവാക്കാനും ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാനും പഠിപ്പിക്കുക. സാമ്പത്തിക സാക്ഷരത എന്നത് സ്കൂളിൽ പഠിപ്പിക്കാത്ത എന്നാൽ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു പാഠമാണ്. ഇനി ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ തുടങ്ങും എന്നതിനെക്കുറിച്ച് ചില പ്രായോഗികമായ വഴികൾ പറയാം. ഇന്ന് നിങ്ങളുടെ ശമ്പളം കിട്ടുന്ന ദിവസമാണെന്ന് സങ്കൽപ്പിക്കുക. ആ പണം അക്കൗണ്ടിൽ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വീട്ടുവാടക കൊടുക്കും, ലോൺ അടയ്ക്കും, ബില്ലുകൾ അടയ്ക്കും, അല്ലേ? എന്നാൽ ഇനി മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. ശമ്പളം കിട്ടിയാൽ ആദ്യത്തെ ചെലവ് നിങ്ങൾക്കായിരിക്കണം. പേ യുവർസെൽഫ് ഫസ്റ്റ് എന്നതാണ് ഈ നിയമത്തിന്റെ പേര്. നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ശതമാനം, അത് 10% 5% അത് ആദ്യം തന്നെ മറ്റൊരു സേവിങ്സ് അക്കൗണ്ടിലേക്കോ നിക്ഷേപത്തിലേക്കോ മാറ്റുക. ഈ പണം നിങ്ങൾ കാണുന്നില്ല, അത് നിങ്ങളുടെ കയ്യിലില്ല എന്ന് കരുതുക. എന്നിട്ട് ബാക്കി വരുന്ന പണം കൊണ്ട് മാസത്തെ ചെലവുകൾ പ്ലാൻ ചെയ്യുക. ഈ ഒരു ശീലം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാൻ പഠിക്കും. ആദ്യം സമ്പാദ്യം മാറ്റിവെച്ചാൽ ബാക്കിയുള്ളതുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഒരു വഴി കണ്ടെത്തും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ദാരിദ്ര്യം എന്നത് ഒരവസ്ഥ മാത്രമല്ല, അതൊരു മാനസികാവസ്ഥ കൂടിയാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, എന്റെ വിധി ഇതാണ് എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും ആ ചങ്ങല പൊട്ടിച്ചു പുറത്തുവരില്ല. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നാലും നാളെ അത് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇന്നലകളിലെ തെറ്റുകൾ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, അത് തിരുത്താൻ കഴിയില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയും. സാമ്പത്തികമായി നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമ ചോദിക്കുക. അതൊരു പഠന അനുഭവമായി കാണുക. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. എന്നാൽ ചിലർ മാത്രം അതിനെ അതിജീവിച്ച് മുന്നോട്ടു വരുന്നു. അവർക്ക് അസാധാരണമായ കഴിവുകളുള്ളതുകൊണ്ടല്ല, മറിച്ച് അവരൊരു തീരുമാനമെടുത്തു എന്നതുകൊണ്ടാണ്. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ് എന്ന തീരുമാനം. ആ തീരുമാനം ഇന്ന് നിങ്ങൾക്കും എടുക്കാം. ആ തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വക്കാണെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. ആ ജീവിതത്തിന്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ മാത്രമാണ് കാര്യക്കാരൻ. ഈ യാത്ര മുഴുവൻ നിങ്ങൾ തന്നെ യാത്ര ചെയ്യണം. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിങ്ങൾ തന്നെ പ്രയത്നിക്കണം. പക്ഷേ ഓർക്കുക, ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇന്നുവരെയും പൈസയോട് എങ്ങനെ പെരുമാറി എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഇന്ന് നിങ്ങളുടെ കയ്യിൽ പാർദാറ്റം ചെലവഴിക്കാൻ മാത്രമേ പണമുള്ളൂവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചതിൽ കൂടുതൽ ചെലവഴിച്ചു എന്നാണ്. അതാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അവനെ തല്ലിച്ചവുത്താനുള്ള ധൈര്യം നിങ്ങൾക്കുമുണ്ടാകണം. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ഒരേ തോണിയിലാണ്. ഒരു വ്യക്തിക്ക് മാറ്റാനും ഒരു വ്യക്തിക്ക് ജീവിതം അടിമുടി മാറ്റിത്തീർക്കാനും സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ പുതിയ അധ്യായം തുടങ്ങുന്നത് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലാണ്. ഓർക്കുക, സാമ്പത്തിക സ്വാതന്ത്ര്യമെന്നാൽ കോടീശ്വരനാകുക എന്നല്ല അർത്ഥം. മറിച്ച് പണത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ആരോഗ്യത്തിനും കുടുംബത്തിനും വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നൊരവസ്ഥയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടക്കാരെ പേടിക്കാതെ സമാധാനത്തോടെ ഒരു ചായ കുടിക്കാൻ കഴിയുന്ന അവസ്ഥ. ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കാൻ പോലും സ്വാതന്ത്ര്യമുള്ള അവസ്ഥ. ആ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഈ ചെറിയ ത്യാഗങ്ങളൊക്കെയും. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം. നിങ്ങളുടെ അനാവശ്യ ചിലവുകളുടെ ഒരു ലിസ്റ്റുണ്ടാക്കുക. അതിൽ നിന്ന് ഒരെണ്ണം ഇന്നു തന്നെ ഒഴിവാക്കുക. നിങ്ങളുടെ കടങ്ങളുടെ ഒരു കണക്കെടുക്കുക. അത് തീർക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കുക. ചെറിയ ഒരു തുക, അത് 100 രൂപയാണെങ്കിൽ പോലും ഇന്ന് തന്നെ ഒരു നിക്ഷേപമായി മാറ്റിവെക്കുക. ഈ ചെറിയ ചുവടുകളാണ്
നാളത്തെ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. തിരമാലയിൽ ഒലിച്ചുപോകുന്ന മണൽ കൊട്ടാരമല്ല, മറിച്ച് പാറ പോലെ ഉറച്ചൊരു സാമ്പത്തിക ഭാവിയാണ് നമ്മൾ പടുത്തുയർത്തേണ്ടത്. അതിന് ക്ഷമയും അച്ചടക്കവും അറിവും ആവശ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. കാരണം അറിവ് പങ്കുവയ്ക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരുപക്ഷേ ഈ വാക്കുകൾ ഒരു പ്രചോദനമായേക്കാം. ഈ സംഭാഷണം നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്താനായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രകളിൽ പങ്കുചേരാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. നമുക്കൊരുമിച്ച് മെച്ചപ്പെട്ടൊരു നാളെ പടുത്തുയർത്താം. നന്ദി.